நான் ஏரிக்கரமேலிருந்து 8 தச பார்த்திருந்து எங்கி எங்கி காத்திருந்தேன் காணல. மணி 7 8 ஆன பின்னும் ஊரடங்கி போன பின்னும் சோறு தண்ணி வேணும்னு தோணல. என் தெம்மாங்க பாட்ட கேட்டு தெங்காத்து ஓடி வந்து தூதாக போக வேணும் அக்கறையில. நான் உண்டான ஆசைகளை சொல்லாம பூட்டி வச்சு உள்ளார വാടുരനെ ഇക്കരയില. ഇളയരാജയ്ക്ക് വിരഹഗാനങ്ങൾ നിർമ്മിക്കാൻ ഒരു പ്രത്യേക കഴിവാണ്. അദ്ദേഹത്തിൻ്റെ ഒരുപാട് വിരഹഗാനങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അതിൽ ഒന്നാണ് ഞാൻ ഏരിക്കര മേലിരുന്ന് 8 ദശ പാത്തിരുന്ന് എങ്കി എങ്കി കാത്തിരുന്നൻ കാണല്. കാമുകനായിട്ടുള്ള നായകൻ ഗ്രാമത്തിൽ നിന്ന് നഗരത്തിലേക്ക് പോവുകയാണ്. നഗരത്തിലേക്ക് പറഞ്ഞയക്കുകയാണ്. കാമുകൻ്റെ മാതാപിതാക്കൾ അദ്ദേഹത്തെ കാമുകിയിൽ നിന്ന് വേർപെടുത്തി പറഞ്ഞയക്കുകയാണ്. ആ നേരത്തെ അദ്ദേഹം ബസ്സിലൊക്കെ ഇരുന്ന് കളവണ്ടിയിൽ അതിനുശേഷം ബസ്സിൽ കയറുന്നു. ഈ സമയത്തൊക്കെ അദ്ദേഹം പാടുന്നതാണ്. ഇത് 2 വേർഷൻ ഉണ്ട്. യേശുദാസും ജാനകിയാണ് തോന്നുന്നു, രണ്ടുപേരും ചേർന്ന് പാടുന്ന ഒരു പ്രണയഗാനത്തിൻ്റെ അതിൽ വരികളൊക്കെ അല്പം വ്യത്യസ്തമാണ്. ഇത് വിരഹഗാനത്തിൻ്റെ ഒരു ഫ്ലേവറിൽ ഇളയരാജ തന്നെയാണ് ഈ പാട്ട് പാടിയിട്ടുള്ളത്. അതിമനോഹരമായിട്ടുള്ള വരികളാണ്. ഞാൻ എവിടെ പോയാലും എൻ്റെ ഉള്ളിൽ നീ തന്നെ ആയിരിക്കും, എൻ്റെ ചിന്തകളെല്ലാം നിൻ്റെ കൂടെ ഗ്രാമത്തിലുണ്ടായിരിക്കും എന്ന് പറഞ്ഞിട്ട് കാമുകൻ പോകുന്നതാണ് ഇതിൻ്റെ. അപ്പോൾ ഇങ്ങനത്തെ വിരഹഗാനങ്ങളിൽ തമിഴിലാണ് തോന്നുന്നു കുറച്ച് താരതമ്യേന കൂടുതൽ, മലയാളത്തിലേക്കാൾ കൂടുതൽ വിരഹഗാനങ്ങൾ നമുക്കൊക്കെ ഉണ്ടായിരുന്നില്ല എന്നല്ല പറയണത്. മംഗളം നേരുന്നു ഞാൻ മനസ്സിനെ, അങ്ങനെയുള്ള ആ ഒരു കാലത്തെ പാട്ടുകളൊക്കെ. പക്ഷേ 80s ഏറ്റവും കൂടുതൽ വിരഹഗാനങ്ങൾ ഒരുപക്ഷെ വന്നിരിക്കുക തമിഴിലായിരിക്കും തോന്നുന്നു. ഞാനൊരു അനുമാനം പറയുന്നതാണ്, ഉറപ്പിച്ചൊരു കാര്യം പറയുന്നതല്ല. അതുപോലെ തന്നെ മുതൽ മര്യാദ എന്ന് പറഞ്ഞിട്ടൊരു പടം, ശിവജി ഗണേശൻ്റെ പടം. ശിവജി ഗണേശനും രാധയും ഒക്കെ ഉള്ള ഒരു പടം. വളരെ മനോഹരമായൊരു കഥയാണ്. അതിൽ നായികയും നായകനും തമ്മിൽ വലിയ പദവിയിൽ, സാമൂഹ്യ പദവിയിൽ വലിയ വ്യത്യാസമുള്ളവരാണ്, പ്രായത്തിലും വലിയ വ്യത്യാസമുള്ളവരാണ്. വളരെ സങ്കീർണമായിട്ടുള്ളൊരു കഥയാണ്. ഭാരതി രാജയുടെ അതിമനോഹരമായിട്ടുള്ള ഒരു സിനിമ. അതിൽ നായകൻ ഈ നായകൻ ഭാര്യയുമായിട്ട് ഒരല്പ അകൽച്ചയിലാണ്. അല്പമല്ല, വല്ലാതെ അകന്നു കഴിയാണ്. ഒരേ വീട്ടിൽ തന്നെ താമസിക്കുന്നുള്ളൂ, വളരെ അകന്നു കഴിയാണ്. ആ സമയത്താണ് ഈ പെൺകുട്ടിയുമായിട്ട് പ്രണയം ഉണ്ടാവുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ വിരഹഗാനം എന്ന് പറയുന്ന പോലത്തെ ഒരു പാട്ടല്ല, എങ്കിൽ കൂടിയും അതിൽ ജാനകിയുടെ ഒരു നാട്ടുപുറ ശബ്ദത്തിൽ ജാനകി പാടുന്ന ഒരു പാട്ടുണ്ട്. രാസാവേ ഒന്ന് നമ്പി இந்த ரோசாப்பூ இருக்குதுங்க, ഒരു വാർത്ത ചൊല്ലിയിട്ടുങ്ക, ഉസര വെച്ച് ഉരുക്കുതുങ്ക എന്ന് പറഞ്ഞ് വളരെ മനോഹരമായിട്ടുള്ള ഒരു പാട്ടുണ്ട്. അത് രാധ നായിക ശിവജി ഗണേശനെ ഓർത്ത് പാടുന്നതാണ്. അതുപോലെ തന്നെ അതിൽ പൂങ്കാത്ത് തിരുമ്പുമ പാട്ട് വിരുമ്പുമ താലാട്ട്, അങ്ങനെ ഒരു പാട്ട് എനിക്ക് തോന്നുന്നു മലേഷ്യ വാസ്തവനാണ് പാടിയിട്ടുള്ളത്. വളരെ മനോഹരമായിട്ടുള്ളൊരു, ഇതുപോലെ തന്നെ ഒരു വിരഹത്തിൻ്റെയും എന്താ ഒരു പ്രണയവാഞ്ചയുടെ ഒക്കെ ഒരു ടോണുള്ള, ദുഃഖം കലർന്ന ടോണുള്ള ഒരു പാട്ട് അതിലുണ്ട്. തമിഴിൽ ഇത്തരത്തിലുള്ള പാട്ടുകൾ ധാരാളം നമുക്ക് കാണാൻ കഴിയും, വിരഹ ഗാനങ്ങളായിട്ട്. അതുപോലെ ദുഃഖം കലർന്ന പ്രണയഗാനങ്ങളൊക്കെ ആയിട്ട് ധാരാളം പാട്ടുകളുടെ ഒരു വലിയൊരു, അതുതന്നെ വളരെ ഡീപ്പായിട്ടുള്ള പാട്ടുകൾ. നമുക്ക് മലയാളത്തിൽ അത്തരം പാട്ടുകൾ ഒരുപക്ഷെ ഇല്ല എന്ന് തന്നെ പറയാം. അതിനൊരു ഉദാഹരണമാണ് MSVയുടെ സംഗീതത്തിൽ കവി കണ്ണദാസൻ എഴുതിയ ഒരു മനോഹരമായിട്ടുള്ള പാട്ടുണ്ട്. അത് പാടിയിരിക്കുന്നത് PB ശ്രീനിവാസാണ്. PB ശ്രീനിവാസിൻ്റെ ശബ്ദത്തിൽ, അദ്ദേഹത്തിൻ്റെ ഒരു അറിയാലോ, വളരെ ബേസ് ആയിട്ടുള്ള ടോണാണ് അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിൻ്റെ. അതിൽ വളരെ നനുത്ത ഒരു ശബ്ദം, വളരെ നനുത്ത ഒരു പരിചരണമാണ് ഈ പാട്ടിന് കൊടുത്തിട്ടുള്ളത്. കോടയിൽ ഒരു നാൾ മഴ വരലാം
എൻ കോലത്തിൽ ഇനിമേൽ എഴിൽ വരുമോ പാതയിൽ ഒരു നാൾ. അങ്ങനെ പോകുന്നൊരു പാട്ടാണ് അത്. അതിൻ്റെ തുടക്കം നിലവേ നിടം നെരുങ്ങാതെ നീ നിനയ്ക്കും ഇടത്തിൽ നാനില്ല. അതിമനോഹരമായിട്ടുള്ള പാട്ടാണ്. വരികളൊക്കെ അസാധ്യമായിട്ടുള്ള ഒരു ഫിലോസഫിക്കൽ പരിസരം സൃഷ്ടിക്കുന്ന തരത്തിലുള്ള വരികളാണ്. നിലവേ നീ എന്നോട് അടുക്കാതിരിക്കുക, നീ വിചാരിക്കുന്ന സ്ഥലത്ത് ഞാനില്ല എന്ന് പറയാണ് നായകൻ ഭാര്യ മരിച്ചിട്ട് ഉള്ളൊരവസ്ഥയിലിരിക്കുകയാണ്. അപ്പോൾ നായിക മറ്റൊരു യുവതി ഇദ്ദേഹത്തോട് അടുപ്പം കാണിക്കുന്നു. അപ്പോൾ ഇദ്ദേഹത്തിനാണെങ്കിൽ ഭാര്യയെ കുറിച്ചിട്ടുള്ള ഓർമ്മകൾ ഒട്ടും വിട്ടുപോയിട്ടില്ല. അപ്പോൾ അദ്ദേഹം അത് മനസ്സിൽ വെച്ചുകൊണ്ട്, ആ ദുഃഖം മനസ്സിൽ വെച്ചുകൊണ്ട് പാടുകയാണ്, നായികയോട് പറയുകയാണ്. ഈ ഇഷ്ടം കാണിക്കുന്ന യുവതിയോ അടുപ്പം കാണിക്കുന്ന യുവതിയോട് പറയുകയാണ്, നീ എന്നോട് അടുക്കല്ലേ, ഞാനിപ്പോഴും എൻ്റെ ഭാര്യാവിരഹത്തിലാണ്, ആ ഓർമ്മകളിലാണ് ഞാനിപ്പോഴും ജീവിക്കുന്നത്. അതിമനോഹരമായിട്ടുള്ളൊരു പാട്ടാണ്. ഇതുപോലെ തന്നെ എം എസ് വിശ്വനാഥൻ്റെ സംഗീതത്തിൽ വന്നിട്ടുള്ള മറ്റൊരു പാട്ടാണ് ആണ്ടവൻ കട്ടള എന്ന് പറഞ്ഞൊരു പടത്തിൽ. അതിലും വരികൾ അസാധ്യമായ ഭംഗിയുള്ള വരികളാണ്. അമൈതിയാന നദീനിലെ ഓടം അളവില്ലാതെ വെള്ളം വന്നാൽ ആടും. ഇതുപോലെ ഫിലോസഫിയാണ് അത്. അത് നായകൻ അത് സന്തോഷത്തോടെ പാടുന്ന ഒരു സന്ദർഭമുണ്ട്. വളരെ ശാന്തമായിട്ടുള്ള നദിയിൽ അവിടെ പോയിക്കൊണ്ടിരിക്കുന്ന വള്ളം വഞ്ചി പെട്ടെന്ന് അതിലേക്ക് ധാരാളം വെള്ളം ഇടിച്ചു കയറുമ്പോൾ അത് ഒന്ന് ഉലയും എന്നാണ് പാട്ട് പറയുന്നത്. അത് സന്തോഷത്തോടെ പാടുന്ന രംഗം എന്ന് പറഞ്ഞാൽ ഈ നായികയെ കണ്ടുമുട്ടിയതിന് ശേഷമുള്ള ആ ഒരു ഭാഗത്താണ്. അത് ടി.എം. സൗന്ദരരാജനാണ് പാടിയിട്ടുള്ളത്. പിന്നീട് നായികയെ ഇതേ നദിയിൽ നഷ്ടപ്പെടുന്ന ഒരു സന്ദർഭം വരുന്നുണ്ട്. ആ സമയത്ത് ഇതൊരു ദുഃഖഗാനമായിട്ട് ഒരു വിരഹഗാനമായിട്ടൊക്കെ മാറുകയാണ്. അമേദിയാന നദിയിനിലെ ഓടം അളവില്ലാതെ വെള്ളം വന്നാലാടും കാറ്റിനിലും മഴയിനിലും കലങ്കവേക്കും ഇടിയിനിലും കാറ്റിനിലും മഴയിനിലും കലങ്കവേക്കും ഇടിയിനിലും കരയിനിലെ ഒതുങ്ങി നിன்றால் വാഴും ഓ അമിതിയാന നദിയിനിലെ ഓടം. അങ്ങനെ വളരെ ഫിലോസഫിക്കലായിട്ടുള്ള വരികളുള്ള ഒരു കാറ്റിലും മഴയിലും ഒക്കെ ഇതിൽ സർവൈവ് ചെയ്യുകയാണെങ്കിൽ അല്പം ഒതുങ്ങി നിന്നാൽ വാഴും എന്നൊക്കെ പറഞ്ഞാൽ വളരെ മനോഹരമായിട്ടുള്ള വരികളാണ്. തുറന്നുള്ള വരികളെല്ലാം തന്നെ. ഇതുപോലെ തന്നെ വളരെ പ്രശസ്തമായിട്ടുള്ള നമുക്ക് പക്ക വിരഹഗാനം, വിരഹം എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന തരം ചില പാട്ടുകളുണ്ട്. ഇപ്പം നമ്മൾ മലയാളത്തിൽ പറയുകയാണെങ്കിൽ കുറച്ചൊരു കോമഡി തലത്തിലൊക്കെ ഇളയരാജ ചെയ്തൊരു പാട്ടുണ്ട്. കുന്നംകുളം പട്ടണത്തിൽ പേര് കേട്ട പാപ്പി മകളെ എന്നൊക്കെ പറഞ്ഞിട്ട് ആലപ്പുഴ പട്ടണത്തിൽ അതിമധുരം വിതറിയോളെ എന്നൊരു പാട്ടുണ്ട്. അതുപോലെ തന്നെ രസികൻ എന്നുള്ള പടത്തിൽ, ദിലീപിൻ്റെ പടത്തിൽ ചാഞ്ഞു നിൽക്കുന്ന പൂത്തമാവിൻ്റെ കൊമ്പത്തെ ചില്ലയിൽ കയറി, ആ തരത്തിലൊരു വിരഹത്തിൻ്റെ ഒക്കെ, അല്ലെങ്കിൽ എന്താ പറയുക, ചതിക്കപ്പെട്ട നായകൻ്റെ പ്രണയദുഃഖം ഒക്കെ ഫീൽ ചെയ്യിക്കുന്ന അങ്ങനത്തെ അതുപോലത്തെ ഒരു പാട്ട്. പക്ഷെ ഇതിനേക്കാൾ വളരെ ഡെപ്തുള്ള വളരെ മനോഹരമായിട്ടുള്ളൊരു പാട്ടാണ് സോലയമ്മയിൽ 92 ഇറങ്ങിയ സോലയമ്മയിൽ വന്ന പാട്ട്. അത് കഥ നടക്കുന്നത് ഈ വെസ്റ്റേൺ ഗട്ട്സ് അതാണ്, ഈ പശ്ചിമഘട്ടത്തിൽ. അപ്പോൾ മേற்கு തുടർച്ചി മല എന്നാണല്ലോ തമിഴിൽ പറയുന്നത്. മേற்கு തുടർച്ചി മല ഉച്ചിയില ഞാൻ പാട്ട് പഠിക്കരണ്ടി ഒത്തയില. ജയചന്ദ്രൻ്റെ ശബ്ദത്തിലോ അസാധ്യമായ ഭാവം കലർത്തിയിട്ടുള്ള ജയചന്ദ്രൻ്റെ ആലാപനത്തിൽ ആ പാട്ട് അങ്ങോട്ട് ഒരു രക്ഷയില്ലാത്ത ഒരു പാട്ടാണത്. അത് വളരെ ഹിറ്റായിട്ടുള്ള ഒരുപാട് പാട്ടുകളുണ്ട് അതിൽ. ദേവയുടെ ആദ്യകാലത്തെ പാട്ടുകളിൽ ഒന്നാണത്.
വൻ ഹിറ്റായിരുന്നു ആ കാലത്ത്. അതിൽ നിറയെ പാട്ടുണ്ട്. കൂരക്കുയിൽ, സേവലപ്പാട്ട്, പഠിക്കത്ത് പാട്ട്, അതൊക്കെ വൻ ഹിറ്റായിരുന്നു. നിങ്ങൾ കേട്ടിരിക്കും. ഇളയരാജ എന്ന് ഇത്തരത്തിലുള്ള ധാരാളം വിരഹ ഗാനങ്ങൾ, ധാരാളം പാട്ടുകൾ വന്നിട്ടുണ്ട്. ധാരാളം നമ്മൾ എന്താ പറയുക, ദിനം പ്രതി നമ്മൾ യൂട്യൂബ് ഷോർട്സിലും ഇൻസ്റ്റഗ്രാം റീൽസിലൊക്കെ കാണുന്ന പാട്ടുകൾ ധാരാളം ആയിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് കാത്തിരുന്ന് കാത്തിരുന്ന് കാലങ്ങൾ പൂതറി, അങ്ങനെയൊക്കെയുള്ള ധാരാളം പാട്ടുകളുണ്ട്. അത് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഈ തമിഴ് പടങ്ങൾ കുറെ കൂടി നാടകീയതയ്ക്കും ഒക്കെ വലിയ പ്രാധാന്യം കൂടുതലുള്ളതുകൊണ്ടായിരിക്കും ഇത്തരം ഗാനങ്ങൾ, ഒരു പക്കാ ദുഃഖഗാനം, പക്കാ വിരഹഗാനം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഏറ്റവും ആദ്യം കിട്ടുക തമിഴ് പാട്ടുകളാണ്. മലയാളത്തിൽ അതില്ല എന്നല്ല പറയുന്നത്. പക്ഷേ എങ്കിലും ഇത്തരം ഡ്രാമാറ്റിക് ആയിട്ടുള്ള സന്ദർഭങ്ങൾ നമ്മുടെ പടങ്ങളിൽ വലിയൊരളവ് കുറവായിരുന്നു, താരതമ്യേന കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ ഡ്രാമാറ്റിക് ആയിട്ടുള്ള പാട്ടുകളും ഡ്രാമാറ്റിക് ആയിട്ടുള്ള ഗായകരും, അപ്പോൾ നമ്മൾക്ക് യേശുദാസിൻ്റെ സിംഗിങ് സ്റ്റൈലാണെങ്കിലും അതിലെ ഡ്രാമ വളരെ കുറവാണ്. വളരെ യാഥാർത്ഥ്യത്തോടും ഒക്കെ ചേർന്ന് നിൽക്കുന്ന തരത്തിലുള്ള ഒരു സമീപനവും ശൈലിയാണ് നമ്മുടെ ഗായകർക്കുള്ളത്. കുറെ കൂടി ഡ്രാമാറ്റിക് ആയിട്ടുള്ള ഒരു പാട്ടുകാരനെ കാണണമെങ്കിൽ നമ്മൾ തിരഞ്ഞുകൊണ്ട് SPBയിലേക്കും മലേഷ്യ വാസുദേവനിലേക്കുമാണ് പോകേണ്ടി വരിക. അതുപോലെ TM സൗന്ദരരാജൻ. ആ ഒരു ഡ്രാമാറ്റിക് സൗന്ദര്യം നമ്മുടെ പാട്ടുകൾക്കും നമ്മുടെ സിനിമകൾക്കും വളരെ കുറവാണ്. അതൊരു മോശമാണെന്നോ നല്ലതാണെന്നോ ഒന്നും പറയുന്നതല്ല, അതൊരു വ്യത്യാസം പറയുന്നത് മാത്രം. എന്തായാലും ഇത്തരത്തിലുള്ള പാട്ടുകൾ ധാരാളം നിങ്ങളുടെ മനസ്സിൽ വന്നിട്ടുണ്ടാവും. ഇങ്ങനത്തെ പാട്ടുകൾ ഏറ്റവും കൂടുതലുള്ളത് തമിഴിൽ തന്നെയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്.